പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഫാസ്റ്റ് വിൻ അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് വിൻ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. PSC പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. നമുക്കത് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. എന്നാൽ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൻ്റെ ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ആക്റ്റീവ് വോയിസിൽ വരുന്നത്. സബ്ജക്റ്റിന്, അതായത് രാമ കിൽഡ് രാവണ എന്നാണെങ്കിൽ അവിടെ രാമ എന്നുള്ളത് സബ്ജക്റ്റും കിൽഡ് എന്നുള്ളത് വേർബും രാവണ എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാമ എന്ന സബ്ജക്റ്റിനാണ്. എന്നാൽ അത് കൺവേർട്ട് ചെയ്യുക, പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാവും. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ്. രാവണ എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ഇത് നമ്മൾ ഓരോ ടെൻസ് ഫോം അനുസരിച്ച് ഇതിന് ചേഞ്ചസ് വരും. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വരുന്ന കോമൺ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് നോക്കാം. ഐ ആണ് വരുന്നതെങ്കിൽ, ഐ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അത് മീ ആയിട്ട് മാറും. വി ആണെങ്കിൽ അസ് എന്നും, ഹി ആണെങ്കിൽ ഹിം എന്നും, ഷീ ആണെങ്കിൽ ഹെർ എന്നും, ദേ ആണെങ്കിൽ ദം എന്നും, ക്വസ്റ്റ്യൻ വേർഡ്സും വരാം. ഹൂ ആണെങ്കിൽ ബൈ ഹൂം എന്നും, വേർ ആണെങ്കിൽ ഫ്രം വേർ എന്നുമായിട്ട് മാറും. ഈ കോമൺ ആയിട്ടുള്ള ചേഞ്ചസ് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ടെൻസ് ഫോം അനുസരിച്ച് ഓരോ റൂൾ അനുസരിച്ച് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കുക. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ ഷീ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, റൈറ്റ്സ് എന്നുള്ളത് വേർബ് ആണ്, V1 ഫോം ആണ്. ലെറ്റർ, എ ലെറ്റർ എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റ്. ഫോർമാറ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് V3 ഫോം. V3 ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റിന്റെ V3 ഫോം റിട്ടൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ V3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സബ്ജക്റ്റ് ലാസ്റ്റ് വരുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ഇതിനെങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? ലെറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് എ ലെറ്റർ. ലെറ്റർ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് ഇതിൽ ആം അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആറില് ഇസ് ആണ് എടുക്കുക. ഇസ് റൈറ്റ്സിന്റെ V3 ഫോം. റിട്ടൺ ബൈ. ഷീ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷീ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹെർ ആയിട്ട് മാറും. ബൈ ഹെർ. എ ലെറ്റർ ഇസ് റിട്ടൺ ബൈ ഹെർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാജു സ്പീക്സ് മെനി ലാംഗ്വേജസ്. രാജു സ്പീക്സ് മെനി ലാംഗ്വേജസ്. ഇവിടെ ലാംഗ്വേജസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് മെനി ലാംഗ്വേജസ്. മെനി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. അപ്പോൾ ഈ ആർ, മെനി ലാംഗ്വേജസ് ആർ, സ്പീക്കിന്റെ V3 ഫോം സ്പോക്കൺ ബൈ സബ്ജക്റ്റ് ഇവിടെ രാജു. മെനി ലാംഗ്വേജസ് ആർ സ്പോക്കൺ ബൈ രാജു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഗീവ് എ കോംപ്ലിമെന്റ്. ഇവിടെ കോംപ്ലിമെന്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. എ കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ് എന്നുള്ളത് സിംഗുലർ ആണ്. ഇസ് ഗിവന്റെ V3 ഫോം ഗിവൻ. ഗിവൻ ബൈ ഐ എന്നുള്ളത് മീ ആയിട്ട് ചേഞ്ച് ചെയ്യും. എ കോംപ്ലിമെന്റ് ഇസ് ഗിവൻ ബൈ മീ. അടുത്തത് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് ഫോം നമുക്കറിയാം. സബ്ജക്ട് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING. വേർബിന്റെ കൂടെ ING ഫോം ചേർത്ത് വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആസ് യൂഷ്വൽ ഒബ്ജക്റ്റ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് ബീയിങ്. ബീയിങ് എന്നുള്ള വേർഡും കൂടെ ചേർക്കും. ബീയിങ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കുക. നീതു ഇസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഇവിടെ നീതു സബ്ജക്റ്റ്, റൈറ്റിംഗ് എന്നുള്ളത്
കണ്ടിന്യൂസ് ഫോം ഓഫ് ദ വേർബ്. ലെറ്റേഴ്സ് എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് വരും ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. ഒബ്ജക്റ്റിനെ നോക്കിയിട്ടായിരിക്കും വേർബ് എഴുതുന്നത്. ലെറ്റേഴ്സ് ആർ ബീയിങ്. ബീയിങ് റൈറ്റിൻ്റെ P3 ഫോം. റിട്ടൺ ബൈ, ഇവിടെ സബ്ജക്റ്റ് നീതു. ലെറ്റേഴ്സ് ആർ ബീയിങ് റിട്ടൺ ബൈ നീതു. ഇതാണ് പാസീവ് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. ഇവിടെ എ ലോട്ട് ഓഫ് വർക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് അത് വരും. എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ by students. A lot of work is being done by students. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. They are repairing a car. ഇവിടെ കാർ ആണ് ഒബ്ജക്റ്റ്. അപ്പം എന്താ വരിക? എ കാർ. കാർ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് എ കാർ ഈസ് ബീയിങ് റിപ്പയർ. റിപ്പയറിന്റെ V3 ഫോം റിപ്പയർഡ്. ബീയിങ് റിപ്പയർഡ് ബൈ. ദേ എന്നുള്ളത് ദം ആയിട്ട് മാറും. എ കാർ ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ ദം. ഇനി അടുത്തത് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫോം വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. നമ്മൾ കണ്ടിന്യൂസ്ലി ബീയിങ് ആണ് പറഞ്ഞത്, എന്നാൽ ഇവിടെ ബീൻ ആണ് വന്നിരിക്കുന്നത്. ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ റൂള്. എല്ലാ ടെൻസ് ഫോമിന്റെയും റൂള് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ റൂള് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. വേർബിന്റെ ഫോംസ് V1, V2, V3 എന്നുള്ള ഫോംസ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കി നമ്മൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇവിടെ എ ലെറ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് എ ലെറ്റർ. ഹാസ് ഓർ ഹാവ് ആണ്. ഇവിടെ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവുമാണ് വരുന്നത് പ്രസന്റ് ടെൻസിൽ. എന്നാൽ പാസ്റ്റ് ടെൻസ് ആവുമ്പോഴോ ഹാഡ് ആയിരിക്കും വരുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാഡ് തന്നെയാണ് പാസ്റ്റ് ടെൻസിൽ വരിക. അപ്പൊ നോക്കാം. എ ലെറ്റർ ഹാസ് ബീൻ. നമ്മൾ കണ്ടിന്യൂസ്ലി ബീയിങ് ആണ് പറഞ്ഞത്, എന്നാൽ ഇവിടെ പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴും പ്രസന്റ് ആണെങ്കിൽ, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ബീൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹാസ് ബീൻ. ഇവിടെ റിട്ടൺ തന്നെയാണ്, V3 ഫോം റിട്ടൺ തന്നെയാണ്. റിട്ടൺ ബൈ ഐ എന്നുള്ളത് മീ ആയിട്ട് മാറും. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുജ ഹാസ് പ്ലക്ഡ് ഫ്ലവേഴ്സ്. ഇവിടെ ഫ്ലവേഴ്സ് ആണ് ഒബ്ജക്റ്റ്, പ്ലക്ഡ് വേർബ്, ഹാസ് പ്ലക്ഡ്. അപ്പോൾ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, അപ്പോൾ ഹാവ് ആണ് വരിക. ഫ്ലവേഴ്സ് ഹാവ് ബീൻ പ്ലക്ഡ്. പ്ലക്ഡിന്റെ V3 ഫോം പ്ലക്ഡ് തന്നെയാണ്. പ്ലക്ഡ് ബൈ സബ്ജക്റ്റ് സുജ. Flowers have been plucked by Suja. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Someone has picked my pocket. Someone has picked my pocket. My pocket എന്നുള്ളത് ഒബ്ജക്റ്റ്. My pocket has been picked. Has been picked by someone എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഓപ്ഷൻസിൽ ബൈ സംവൺ എന്ന് ഉണ്ടാവില്ല. മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ് ബൈ സംവൺ. അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരും. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കി, പ്രസന്റ് കണ്ടിന്യൂസ് നോക്കി, പ്രസന്റ് പെർഫെക്റ്റ് നോക്കി. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വലിയ ചേഞ്ച് വരുന്നില്ല. അത് ഹാഡ് ബീൻ
verb plus ing ആണെങ്കിൽ അതേപോലെ തന്നെയാണ് പാസീവിലേക്ക് മാറ്റുമ്പോഴും വരുന്നത്. അതുകൊണ്ട് ഞാനത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അധികം ചോദിക്കാറില്ല. അടുത്തത് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോം ആക്റ്റീവ് ഫോം ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 ഫോം, അതായത് വാക്ക് ആണെങ്കിൽ വാക്ക്ഡ്, റൈറ്റ് ആണെങ്കിൽ റോട്ട്, ഡ്രോ ആണെങ്കിൽ ഡ്രൂ. അങ്ങനെ V2 ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം വാസ് ഓർ വെയർ. പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു ആം അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ ആയിരിക്കും. അപ്പൊ ഇതിലെ പാസ്റ്റ് ടെൻസിൽ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. റാണി wrote a letter. റാണി എന്നുള്ളത് സബ്ജക്റ്റും റോട്ട് എന്നുള്ളത് V2 ഫോം ആണ്, ലെറ്റർ ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഫസ്റ്റ് എഴുതാം. എ ലെറ്റർ, ലെറ്ററിന് ശേഷം ഒബ്ജക്റ്റിന് ശേഷം വാസ് അല്ലെങ്കിൽ വെയർ. ഇവിടെ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് വാസ്. എ ലെറ്റർ വാസ്. റോട്ട് എന്നുള്ളത് V2 ഫോം ആണ്. ഇതിന്റെ V1 ഫോം എന്ന് പറയുന്നത് റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് റോട്ട്. V3 ഫോം ആണെങ്കിൽ റിട്ടൺ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ സബ്ജക്റ്റ് റാണി. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റാണി. റാണി ഒരു ലെറ്റർ എഴുതി. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റാണി. അടുത്ത ക്വസ്റ്റ്യൻ. സംബഡി പേസ്റ്റഡ് ദ പോസ്റ്റർ ഓൺ ദ വാൾ. സംബഡി പേസ്റ്റഡ്. പേസ്റ്റഡ് ആണ് V2 ഫോം. സംബഡി എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റോ പോസ്റ്റർ. ദ പോസ്റ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് എഴുതുക. ദ പോസ്റ്റർ. പോസ്റ്റർ എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ്. ദ പോസ്റ്റർ വാസ് പേസ്റ്റഡിന്റെ V3 ഫോം പേസ്റ്റഡ്. പേസ്റ്റഡ് ബൈ സംബഡി. സംബഡി എന്നുള്ളത് സബ്ജക്ട്. ബൈ സംബഡി ഓൺ ദ വാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവ്രി വൺ ലുക്ഡ് അപ്പ് ടു ഹിം. എവ്രി വൺ എന്നുള്ളത് സബ്ജക്റ്റും ലുക്ഡ് അപ്പ് ടു എന്നുള്ളത് വേർബായിട്ടും ഹിം എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഹിം എന്നുള്ളത് ഒബ്ജക്റ്റ് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഹി. ഹി വാസ് ലുക്ഡ് അപ്പ് ടു ബൈ everyone. He was looked up to by everyone. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാര്യം. അതിൽ ആക്റ്റീവ് ഫോമിൽ വരുന്നത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. വാസ് റൈറ്റിംഗ്, വാസ് റീഡിംഗ്, വാസ് ഡ്രോയിങ്, അങ്ങനെ വരുന്നത്. അത് പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ പറഞ്ഞു ബീയിങ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും ബീയിങ് പ്ലസ് V3 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. ഇനി എക്സാമ്പിൾ നോക്കുക. സുജ വാസ് പ്ലക്കിംഗ് ഫ്ലവേഴ്സ്. സുജ വാസ് പ്ലക്കിംഗ് ഫ്ലവേഴ്സ്. ഇവിടെ ഫ്ലവേഴ്സ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഫ്ലവേഴ്സ് ഒബ്ജക്റ്റിനെ നോക്കിയിട്ടായിരിക്കും വേർബ് എഴുതുന്നത്. ഫ്ലവേഴ്സ് ആണെങ്കിൽ അവിടെ വെയർ ആണ് വരിക, പ്ലൂറൽ ആയതുകൊണ്ട് വെയർ. ഫ്ലവേഴ്സ് വെയർ ബീയിങ്. പ്ലക്കിംഗ് എന്നുള്ളതിൽ വേർബ് ഏതാ? പ്ലക്കാണ്. അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് plucked. Flowers were being plucked by Suja. Flowers were being V3 form by subject. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. You were missing an opportunity. You were missing an opportunity. ഇവിടെ opportunity എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് വരും. ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിംഗ് നോക്കാം. OR ആണ്. കുറേ പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നുള്ള ഇവിടെ U ആണ് എഴുതുക. അതല്ല, OPPORTUNITY. ഓപ്പർച്യൂണിറ്റി.
An opportunity എന്നുള്ളത് സിംഗുലർ ആണ്. was being missed. മിസ് എന്നുള്ളതിൻ്റെ V3 ഫോം missed. missed by you. An opportunity was being missed by you. അടുത്ത ക്വസ്റ്റ്യൻ, he was not drawing a picture. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നോട്ട് എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ അത് പ്രശ്നമില്ല. ഇവിടെ ഒബ്ജക്റ്റ് ഏതാന്ന് നോക്കാം. എ പിക്ചർ. എ പിക്ചർ വാസ് നോട്ട്. വാസിന് ശേഷം ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. അത് അതേപോലെ എഴുതാം. നോട്ട്, അതിനുശേഷം ബീയിങ് പ്ലസ് V3 ഫോം. V3 ഫോം എന്ന് പറയുമ്പോൾ ഡ്രോവിൻ്റെ V3 ഫോം ഡ്രോ, ഡ്രൂ, ഡ്രോൺ. ഡ്രോൺ ബൈ ഹി എന്നുള്ളത് ഹിമ്മായി മാറും. എ പിക്ചർ വാസ് നോട്ട് ബീയിങ് ഡ്രോൺ ബൈ ഹിം. അടുത്തത് നോക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഹാഡ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുന്നത് ഹാഡ് തന്നെയാണ്. നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു ഹാസ് ഓർ ഹാവ്. ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ. പ്രസന്റ് പെർഫെക്റ്റിലെ പോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റിലും ബീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബീൻ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ verb പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അടുത്തത് എക്സാമ്പിൾ നോക്കാം. I had sent most of the letters. I had sent എന്നുള്ളത് V3 ഫോമാണ്. most of the letters. ഇവിടെ most of the letters ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ അതെടുത്ത് എഴുതാം. most of the letters ഹാഡിന് ശേഷം being sent. V3 ഫോം sent by I എന്നുള്ളത് me ആയിട്ട് മാറും. most of the letters had been sent by me. അടുത്ത ക്വസ്റ്റ്യൻ, രാജു had driven. ഡ്രിവൻ്റെ V1 ഫോം drive, draw, driven അല്ലേ? രാജു ഹാഡ് ഡ്രിവൻ 4 വീലേഴ്സ്. ഇവിടെ 4 വീലേഴ്സ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ 4 വീലേഴ്സ് ഹാഡ്. 4 വീലേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, എന്നാൽ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഹാഡ് ബീൻ ഡ്രിവൻ ബൈ രാജു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഹാഡ് വൺ മെനി അവാർഡ്സ്. ഷീ ഹാഡ് വൺ. വണ്ണിൻ്റെ V1 ഫോം വിൻ വൺ. അപ്പോൾ ഇവിടെ മെനി അവാർഡ്സ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അതെടുത്ത് എഴുതാം. മെനി അവാർഡ്സ് ഹാഡ്. അവാർഡ്സ് പ്ലൂറലാണ്. ഹാഡ് ബീൻ വൺ തന്നെയാണ് V3 ഫോം. വൺ ബൈ ഹർ. മെനി അവാർഡ്സ് ഹാഡ് ബീൻ വൺ ബൈ ഹർ. അപ്പം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് വരിക, വിഷ്, ബോണ്ട്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ, കുറച്ച് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും പാസീവ് ഫോമിലേക്ക് മാറ്റുക, ഫ്യൂച്ചർ ടെൻസ് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് ഒബ്ജെക്ഷൻസോ എന്തെങ്കിലും പരാതികളുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.